മോർണിംഗ്. ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് ഊന്നുമൂട്ടിലാണ്. അപ്പൊ ഒരു വിശേഷമുണ്ട്. നമ്മളെല്ലാരും മാമന്റെ കല്യാണം നമ്മൾ പോകും. ഗുരുവായൂർ വെച്ചാണ് കല്യാണം. അപ്പൊ നമ്മൾ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ പോണ വഴിയേ കാണാം. ഇതാണ് കല്യാണ ചെറുക്കൻ മാമൻ. മനു എന്നാണ് പേര്. അപ്പം നമ്മൾ ഗുരുവായൂർ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ മനുമാമൻ എല്ലാവരും അനുഗ്രഹം മേടിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ മുതിർന്നവരെ അനുഗ്രഹം മേടിക്കുകയാണ്. ആ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹായ് ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഉണ്ട് ചടങ്ങ് കാണാനായിട്ട്. നമ്മളെ കുടുംബം എന്ന് പറയുന്നത് വലിയ കുടുംബമാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം അനുഗ്രഹം മേടിക്കുകയാണ്. എല്ലാവരും അനുഗ്രഹം മേടിച്ചിട്ടാണ് മനുമാമൻ ഗുരുവായൂരോട്ട് പോണത്. അപ്പോൾ ഗുരുവായൂർ പോകാൻ ബസ്സൊക്കെ റെഡിയായി കിടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മളെ കുടുംബക്കാർ മാത്രമേ പോണുള്ളൂ. ഇങ്ങനെ ബസ്സൊക്കെ തയ്യാറായി കിടക്കുക. 11 മണിക്ക് ബസ് വന്ന്. അപ്പോൾ ഈ ചടങ്ങ് കഴിഞ്ഞാൽ എല്ലാവരും ബസ്സിൽ കയറും. പാവം മനുമാമൻ എല്ലാവരെയും അനുഗ്രഹം മേടിച്ച് തളർന്ന്. എല്ലാവരെയും അനുഗ്രഹം മേടിക്കുന്ന ചടങ്ങ് തീരാറായി. അപ്പോൾ എല്ലാവരും വെളിയിൽ കാത്തിരിക്കുകയാണ്. ഇനി ഈ ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ ബസ്സിലോട്ട് കയറും. ചടങ്ങൊക്കെ തീർന്ന് ഇനി നമ്മളെ ചാനലിൽ മനുമാമ ഹായ് പറയാൻ പോവുകയാണ്. കല്യാണമാണ് ഗൈസ്. അങ്ങനെ ഗുരുവായൂർ പോകാനായി എല്ലാവരും വെളിയിൽ തയ്യാറായി ഇരിക്കുകയാണ്. ഒരുപാട് ലഗേജ് ഉണ്ട്. വലിയവരും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ബസ് റോഡിൽ കിടക്കുകയാണ്. അങ്ങനെ ബസ്സിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കണിമോളെ കാണിച്ചു തരാം. കണിമോള് ഭയങ്കര സന്തോഷത്തിങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ്. കണിമോക്കല്ല, എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കാത്തിരുന്ന കല്യാണമാണ്. എല്ലാവരും സന്തോഷം കണ്ട. ഇനി നമുക്ക് വണ്ടിയിലോട്ട് പോവാം. ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ ഇനി വണ്ടി കയറി എല്ലാവരും സെറ്റായിട്ടാണ് നമുക്ക് തകർക്കേണ്ടത്, അടിച്ച് പൊളിക്കേണ്ടത്. ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും ക്ഷീണിച്ചപ്പം ഇപ്പം 2-2:30 മണിയായി. ഇപ്പം എല്ലാവർക്കും വിശക്കായിരുന്നു. എനിക്ക് എല്ലാവർക്കും വിശക്കായിരുന്നു. നമ്മൾ ചോറ് കൊണ്ട് വന്നായിരുന്നു. ഇങ്ങനെ നമ്മളെല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടി
ഒരു പഴയ പെട്രോൾ പമ്പിലാണ് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി വന്നത്. നമ്മളിവിടുന്ന് ചോറ് കഴിക്കുന്ന കണ്ട് റോഡിൽ കൂടെ പോകണ എല്ലാവരും നമ്മളെ നോക്കിക്കൊണ്ട് പോണ് ഗൈസ്. നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഗൈസ് ചോറ് കഴിക്കാനായിട്ട് ഇവിടെ ചങ്ങനാശ്ശേരിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞപ്പോൾ അമ്പാടിയുടെ ഇങ്ങനെ ഡാൻസ് ആയിരുന്നു ഗൈസ്. നമ്മൾ അടിച്ച് പൊളിച്ച് ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ റൂം. ഒരു 3 നില ബിൽഡിംഗ് ആയിരുന്നു. 3 നില നമുക്കായിരുന്നു. എല്ലാം നല്ല അടിപൊളി. എല്ലാവരും ഓരോരോ റൂമിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ 9:30 മണിയായി. അമ്പലം അടച്ച്. പിന്നെ നമ്മൾ രാവിലെ നിർമ്മാലയം കാണാൻ വേണ്ടി 12:30 പോയി അടിപൊളിയായിട്ട് നിർമ്മാലയമൊക്കെ കണ്ട് ഇപ്പം നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കൺമോളെ മകൻ വല്ലാതിരിക്കുന്നുണ്ടാ. രാവിലെ അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക് കുറേ പേരെ ഛർദ്ദിച്ച് ഭയങ്കര നിർബന്ധമായിരുന്നു. ഒന്നും കഴിക്കുന്നതൊന്നുമില്ല. ഇതാണ് നമ്മൾ കഴിക്കാൻ വന്ന ഹോട്ടൽ. ഈ ഹോട്ടലിലാണ് എല്ലാവർക്കും ആഹാരം ഉള്ളത്. അങ്ങനെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാം നമ്മളെ ആൾക്കാരാണ്. മസാല ദോശയായിരുന്നു പറഞ്ഞത്. എല്ലാവരും മസാല ദോശയാണ് കഴിച്ചത്. നല്ല അടിപൊളി മസാല ദോശയായിരുന്നു. ഈ ഇരിക്കുന്നതെല്ലാം നമ്മളെ സ്വന്തക്കാരാണ്. നമ്മളെ കാപ്പിയൊക്കെ കുടിച്ച് റൂമിൽ പോയിട്ടാണ് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. കല്യാണം 12:30 1 ഇടയ്ക്കാണ് കല്യാണം. ഇനി കല്യാണത്തിന് പോകാൻ ഒരുങ്ങുകയാണ്. എല്ലാ റൂമിലും എല്ലാവരും ഒരുങ്ങുകയാണ്. എല്ലാ മുറിയിലും എല്ലാവരും ഒരുങ്ങുകയാണ്. അപ്പം ഞാനത് കാണിച്ചു തരാം. പിന്നെ ഒരു സർപ്രൈസും കൂടി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരേ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. അടിപൊളി ഡ്രസ് കോഡായിരുന്നു. അത് വഴിയേ പറയാം. അമ്മമാർക്ക് ഒരേ കണക്കുള്ള ഡ്രസ്സ്, ചേച്ചിമാർക്ക് ഒരേ കണക്കുള്ള ഡ്രസ്സ്, ആൺപിള്ളേർക്ക് ഒരേ കണക്ക് ഡ്രസ്സായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. നമ്മൾ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാനും അമ്മയും കണിയും കൂടെ ഒരു ഫോട്ടോ എടുത്തു ഗൈസ്. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തു ഗൈസ്. അങ്ങനെ അമ്പലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. വലിയ തിരക്കാണെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും കല്യാണം കാണാനും എല്ലാത്തിനും നല്ല സൗകര്യം ഉണ്ടായിരുന്നു. മനുമാമൻ്റെത് 64ാമത്തെ കല്യാണമായിരുന്നു. 64ആയിരുന്നു നമ്പർ. ഇതാണ് നമ്മൾ ആൺപിള്ളേരെ ഡ്രസ് കോഡ്. എല്ലാവർക്കും ഒരേപോലുള്ള ജുബ്ബായിരുന്നു. കണി ഇട്ടിരിക്കുന്നതാണ് ചേച്ചിമാരുടെ ഡ്രസ്സ്. എല്ലാം ഒരേപോലത്തെ ഡ്രസ്സായിരുന്നു. ഇങ്ങനെ കല്യാണത്തിന് സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കല്യാണം ചെറുക്കനായ മനുമാമൻ അമ്പലത്തിൻ്റെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങ് തുടങ്ങാനുള്ള സമയമായി. അങ്ങനെ എല്ലാവരും എത്തി മണ്ഡപത്തിനകത്ത് കയറാൻ പോവുകയാണ്. അങ്ങനെ അച്ഛൻ്റെ അമ്മേരെ അനുഗ്രഹമൊക്കെ മേടിച്ച് പെണ്ണും ചെറുക്കനും മണ്ഡപത്തിലോട്ട് കയറാൻ പോവുകയാണ്. ഇനി നമുക്ക് മനുമാമൻ്റെ കല്യാണം കാണാം.
അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞുള്ള ഫോട്ടോ എടുപ്പാണ്. ഇതാണ് അമ്മമാരെ ഡ്രസ് കോഡ്. ഇതാണ് നമ്മളെ ഡ്രസ് കോഡ്. ഇത് ഈ അമ്മമാരുടെ ഡ്രസ് കോഡ് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അങ്ങനെ എല്ലാ ഗ്യാങ്ങുകളും ചേർന്നൊരു ഫോട്ടോ എടുത്ത് സെറ്റായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് 3 മണിയൊക്കെ ആയപ്പോൾ സദ്യയൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. നമ്മൾ രാത്രി 12:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തി. ഇനി വീട്ടിൽ കയറുന്ന ചടങ്ങ് നടക്കുകയാണ്. പെണ്ണിൻ്റെ ചെറുക്കൻ്റെ കാലൊക്കെ കഴുകി ആര്യതയൊക്കെ ഒഴിഞ്ഞാണ് വിളക്കും കൊണ്ട് അകത്ത് കയറ്റിയത്. എല്ലാവരും തളർന്ന് ക്ഷീണിച്ചിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ചടങ്ങ് കണ്ടുകൊണ്ടിങ്ങനെ ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളെ പുതിയ മാമി വിളക്കും കൊണ്ട് അകത്ത് കയറാൻ പോവേണ്. നമ്മളെ പുതിയ മാമിയുടെ പേര് അഞ്ജലി എന്നാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ മാമിയെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ചെറുക്കനും പെണ്ണിനും പാലും പഴവും കൊടുക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഈ ചടങ്ങോടുകൂടി കല്യാണത്തിൻ്റെ ചടങ്ങെല്ലാം അവസാനിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി 2 ദിവസം കഴിഞ്ഞ് റിസപ്ഷനുള്ളു. ആ വീഡിയോ പുറകെ വരുന്നുണ്ട്. ടാറ്റാ ബൈ ബൈ, സീ യു. ഓക്കേ.